നമസ്കാരം. നടേശ കൊല്ലണ്ട, നിന്നെ കൊല്ലും അവർ. നടേശ ഗുരുവിന്റെ പാതയെ ചവിട്ടി മതിച്ച് CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തുമ്പോൾ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി അന്തം വിട്ടു നിൽക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തിലൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ മാത്രമായിരുന്നു പിണറായിക്കുണ്ടായിരുന്നത്. ജനങ്ങളുടെ പിന്തുണ ഇല്ലാതായിപ്പോയി. അവിടെയാണ് തകർന്ന തരിപ്പണമായി പോയത് എന്ന് CPM തിരിച്ചറിയുമ്പോഴും പിണറായി വിജയന് മൗനം. പക്ഷേ വെള്ളാപ്പള്ളി വീണ്ടും വിജയനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല എന്നും പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്നുമാണ് SNDP മുഖപത്രമായിട്ടുള്ള യോഗനാഥിലെ എഡിറ്റോറിയൽ SNDP ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. CPM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്ന് കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി രക്ഷയില്ല. ഇനി CPM അതിന് തയ്യാറായിരിക്കും. പിണറായി വിജയൻ ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും കഴിഞ്ഞ 10 വർഷം വാഴ്ത്തിപ്പാടിയല്ലോ എല്ലാവരും. തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. പാർട്ടി ഓഫീസുകൾ ദല്ലാൾമാരും കച്ചവടക്കാരും കൈയടക്കി എന്ന് വെള്ളാപ്പള്ളി വിമർശിക്കുകയും ചെയ്യുന്നു. അധികാര ലഹരിയിൽ പാർട്ടി നേതാക്കളും അണികളും സാധാരണക്കാരിൽ നിന്ന് അകന്നുവെന്നും വിദ്യാർത്ഥി നേതാക്കൾ മുതൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറിമാർക്ക് വരെ അഹങ്കാരമായിരുന്നു എന്നുകൂടി SNDP ജനറൽ സെക്രട്ടറിയുടെ വിമർശനം കുറിച്ചുകൊള്ളുകയാണ്. പ്രവൃത്തി ദോഷങ്ങളും കുറ്റങ്ങളും കേൾക്കേണ്ടി വന്നത് പിണറായി വിജയനാണ് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്. അപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത് താഴെത്തട്ടിലെ SFIയുടെയും DYFIയുടെയും പിള്ളാരെ 10 തെറി പറയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. വിമർശനങ്ങളെല്ലാം ഇരിക്കട്ടെ ആ SFIയുടെ പിള്ളർക്ക്, അല്ലെങ്കിൽ DYFIയുടെ പിള്ളർക്ക്. ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് നടേശൻ തന്റെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രവൃത്തി ദോഷങ്ങളും കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്നത് പിണറായിയാണ് എന്ന് പറഞ്ഞു വെക്കുവാനും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുണ്ട്. കുറ്റങ്ങൾ പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാകില്ല എന്നും CPI സൃഷ്ടിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശോഭ കിളത്തിയെന്നും ഒക്കെ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒന്ന് പറഞ്ഞോട്ടെ, നടേശ കൊല്ലണ്ട ഇവരെ. കാരണം കൂടുതൽ ചൊറിഞ്ഞ് ആ കുട്ടി സഖാക്കൾ നിങ്ങളെ തട്ടും. അതുകൊണ്ട് മിണ്ടാതിരുന്നോളി. സഖാക്കളോടെന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണിക്ക് തുടർഭരണം നേടിക്കൊടുത്ത നേതാവാണ് പിണറായി വിജയൻ. അധികാരത്തിന്റെ മധുരം നുകർന്ന് രസിച്ചുല്ലസിച്ചവർ ഭരണം നഷ്ടമായ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാളുടെ ചുമലിലേക്ക് കെട്ടിവെക്കുന്നതും വേട്ടയാടുന്നതും ശരിയല്ല. രണ്ടാമതും ഭരണം ലഭിച്ചപ്പോൾ നേതാക്കളും അണികളും സുഖലോലുപരായി എന്നതാണ് വസ്തുത. ജനങ്ങളെയും ജനകീയ പ്രശ്നങ്ങളെയും മറന്ന് പലരും സാമ്പത്തിക നേട്ടത്തിനായിട്ട് പാഞ്ഞുവെന്നും അധികാര ലഹരി നുകരുന്ന തിരക്കിൽ പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ ഉള്ളവർ ചെയ്ത പാപങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ വെള്ളാപ്പള്ളി, നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ മുമ്പ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ, അതായത് തോൽവിക്ക് തൊട്ട് മുമ്പ് വരെ, ഈ മെയ് മാസം 4-ാം തീയതി വരെ നിങ്ങൾ പറഞ്ഞത് ഇതൊന്നും അല്ലല്ലോ. വീണ്ടും അധികാരത്തിലെത്തും. വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് 100 സീറ്റോടുകൂടിയെങ്കിലും എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്ന പാർട്ടിയും പ്രസ്ഥാനവുമാണ് പിണറായി വിജയന്റെ CPM, പിണറായി വിജയന്റെ സർക്കാർ എന്നൊക്കെ വാതോരാതെ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് എന്ത് പറ്റി? വെള്ളാപ്പള്ളി എവിടെയാണ് തെറ്റുപറ്റിയത്? കണക്കുകൾ അങ്ങോട്ട് ശരിയായില്ല അല്ലെ? അതാ പ്രശ്നം. പാർട്ടി ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലീസിന്റെയും എതിരാളികളുടെയും ശാരീരികമായ ആക്രമണങ്ങളെ ഉൾപ്പെടെ മറികടന്ന ത്യാഗോജ്വലമായ സമര പാരമ്പര്യം പിണറായി വിജയൻ ഉണ്ട്. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ശക്തമായുള്ള നേതൃത്വം നൽകി വീണ്ടും അധികാരം നേടിയത് കർക്കശക്കാരനായ അദ്ദേഹത്തിന്റെ നേതൃഗുണത്തിലാണ്. പിണറായിയെ പോലുള്ള സമുന്നത നേതാക്കൾ നിലമൊരുക്കി വിത്തെറിഞ്ഞ് കളപറിച്ച് വളമിട്ട കൃഷിയിടത്തിലെ വിളവ് കൊയ്യാനെത്തിയ പല പുത്തൻകുറ്റി കമ്മ്യൂണിസ്റ്റുകാർക്കും ലാഭേച്ഛ മാത്രമേ ഉള്ളൂ. ഇവരുടെ തമ്പ്രാൻ മനോഭാവമാണ് ഇടതുമുന്നണിയെ തിരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതാക്കിയത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. ജനപ്രിയരല്ലാത്ത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതും തിരിച്ചടിയുടെ ആക്കം കൂട്ടി എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. വെള്ളാപ്പള്ളിക്ക് നാണമില്ലേ നടേശ? നിങ്ങൾക്ക് ഒരു പാർട്ടി തോൽക്കാവുന്നതിന്റെ പരമാവധി തോറ്റിട്ടും ഒരു നേതാവിനെ ജനങ്ങൾക്കൊന്നും ഇഷ്ടമില്ലാന്ന് ജനങ്ങൾ വിധി എഴുതിയിട്ടും തോറ്റതിന്റെ കാരണം നിങ്ങൾ തന്നെയാണെന്ന് ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റി അടക്കം പറഞ്ഞിട്ടും ആ പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി എന്തിനാ ഇങ്ങനെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നത്? കഷ്ടമാണ് വെള്ളാപ്പള്ളി നിങ്ങളുടെ കാര്യം. കാരണം നിങ്ങൾ ഇനിയും ഈ SFI പിള്ളേരുടെ കൂടെയും DYFI പിള്ളേരുടെ കൂടെയും കിടന്ന് ചൊറിയാൻ നിന്നാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, സംശയം വേണ്ട. ശാന്തമായോ സൗമ്യമായോ പെരുമാറുന്ന നേതാക്കൾ അപൂർവങ്ങളിൽ അപൂർവമായി ന്യായമായ ഏതൊരു ആവശ്യത്തിനും ആർക്കും ഏത് സമയത്തും കയറി ചെല്ലാവുന്ന പാർട്ടി ഓഫീസുകൾ ഇന്ന്
ബ്രാൻഡ് വേഷഭൂഷാദികൾ അണിഞ്ഞ് മുന്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ ബന്ധമില്ലാത്ത ദല്ലാളുമാരും ഇടനിലക്കാരും അധികാര കച്ചവടക്കാരും കൈയടക്കി. അത് ശരിയാ, അത് പാർട്ടിക്കുണ്ടായ ഒരു മേന്മയും നേട്ടമല്ലേ? അധികാര ലഹരിയിൽ പാർട്ടിയും പാർട്ടി നേതാക്കളും സാധാരണക്കാരിൽ നിന്ന് അകന്നു. വിദ്യാർത്ഥി നേതാക്കൾ മുതൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ വരെ പൊതുവെ അഹങ്കാരത്തിന്റെ ഭാഷയും പെരുമാറ്റവുമാണ് ഉണ്ടായിരുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളും അധികാര കൊതിയുമായി നടന്ന ഇവരാരും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല. ഇവരുടെ പ്രവൃത്തി ദോഷങ്ങളെല്ലാം ഏൽക്കേണ്ടി വരുന്നതും കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നതും പിണറായിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന വെള്ളാപ്പള്ളി ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കൾ ഈ പറഞ്ഞല്ലോ, ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഈ പറയുന്ന SFIയും DYFIയും അതുപോലുള്ള കുട്ടികൾ ആരും ഇടപെട്ടില്ല എന്ന് പറയപ്പെടുമ്പോ, നിങ്ങളുടെ കാരണഭൂതൻ പിണറായി വിജയൻ ഇതൊക്കെ പഴി കേൾക്കേണ്ടി വരുന്നു എന്ന് പറയപ്പെടുമ്പോ, ഈ പിണറായി വിജയൻ ഇടപെട്ടോ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ? ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് 10 പൈസയുടെ വിവരമില്ലാത്തതുകൊണ്ട് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയുന്നു എന്ന് മാത്രം. ഇവരൊക്കെ തന്നെയാണ് പിണറായിയെ വിമർശിക്കാൻ മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ കഷ്ടമെന്നേ പറയാനുള്ളൂ എന്ന് പറയപ്പെടുന്ന വെള്ളാപ്പള്ളി, നിങ്ങളുടെ കാര്യം വല്ലാത്ത ഗതികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPIM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്നുള്ള വെള്ളാപ്പള്ളിയുടെ കൂട്ടിച്ചേർക്കലിന് ഒരു കുത്തും കോമയിട്ട് പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് CPM-നെ നന്നാക്കണ്ട. CPM-നെ നന്നാവാൻ അറിയാം. CPM-ന് ആരാധ്യരായിട്ടുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയപ്പെടുന്നത്. അത് നിങ്ങളെപ്പോലുള്ള സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിറങ്ങുന്നവരല്ലായിരുന്നു ആ നേതാക്കന്മാർ. വായനാശീലം കൊണ്ട് ജനതയെ പ്രോത്സാഹിപ്പിച്ച നേതാക്കന്മാർ, ജനങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത നേതാക്കന്മാർ, തൊഴിലാളി പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് കണക്ക് പറഞ്ഞു കൊടുത്ത നേതാക്കന്മാർ. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കൂട്ടം ചെങ്കൊടിയേന്തിയ ധീരസഖാക്കൾ. അവർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് വെള്ളാപ്പള്ളി ഈ CPM. താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി. നിങ്ങൾ മുതലാളി ആയതുകൊണ്ട് നിങ്ങളുടെ തിണ്ണ നിറങ്ങാൻ വരുന്ന നേതാക്കളെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അങ്ങനെയുള്ളവരെ മാത്രമേ നിങ്ങൾ പുകഴ്ത്തിപ്പാടൂ. ഇവിടെ നിങ്ങൾ പറയുന്ന ഈ CPI സൃഷ്ടിച്ച പ്രശ്നങ്ങളും മുന്നണിയുടെ 2ാം ഭരണകാലത്ത് സർക്കാരിന്റെ ശോഭ കെടുത്തി എന്ന് പറയപ്പെടുമ്പോൾ, സർക്കാരിന്റെയും മുന്നണിയുടെയും കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രതിസന്ധികൾ അവർ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുമ്പോൾ, CPI ഭരിച്ച വകുപ്പുകൾ പലപ്പോഴും പരാജയമായി എന്ന് പറയപ്പെടുമ്പോൾ, അതായത് സിവിൽ സപ്ലൈസ്, റവന്യൂ വകുപ്പുകൾ ഉൾപ്പെടെ നവ കമ്മ്യൂണിസ്റ്റുകാരുടെ അഴിമതി വാഴ്ചയായിരുന്നു എന്ന് വാഴ്ത്തപ്പെടുമ്പോൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സമ്പൂർണമായിട്ടും ആ സർക്കാർ അധപ്പതനത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇവരൊക്കെ ഇപ്പോൾ പിണറായിയെ വിമർശിക്കുന്ന തിരക്കിലാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 10 വർഷവും കണ്ണടച്ചിരുട്ടാക്കുകയായിരുന്നു. പിണറായി വിജയന് വേണ്ടിയിട്ട് വാദോരാതെ പ്രസംഗം നടത്തി അദ്ദേഹത്തെ വെള്ളപൂശി താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും ലഭിക്കാനുള്ളതൊക്കെ നേടിയെടുക്കുവാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൽ താങ്കൾ പൂർണ്ണമായിട്ടും വിജയിച്ചു. ഈ 5 വർഷക്കാലം കൂടി പിണറായി വിജയനെ താങ്ങി മുന്നോട്ട് പോകാമെന്ന് കരുതിയ താങ്കളുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത് എന്ന് പറയട്ടെ. പക്ഷെ താങ്കളുടെ ഒരു കാര്യം പറയാനുള്ളത്, താങ്കൾ ഈ CPM-നെ അറിവ് പഠിപ്പിക്കാൻ നിൽക്കണ്ട. DYFIയും SFIയെയും അവർക്ക് അവരുടെ പാത വെട്ടി തുറക്കുവാനും നിൽക്കണ്ട. നിങ്ങളെക്കാട്ടിലൊക്കെ മുൻപേ ഇതൊക്കെ ചെയ്ത ഒരു വലിയ ജനതയാണ് CPM-ആയി പരിണമിച്ചത് എന്നുള്ളത് മറന്നു പോകരുത്. അത് SFIയിലും DYFIയിലും ഒക്കെ വളരെ കൃത്യമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ അവരുടെ നേട്ടങ്ങൾ നേടിയെടുത്ത് വന്നവർ തന്നെയാണ്. ഇന്ന് അത്തരത്തിൽ നയിക്കാൻ നേതാക്കൾ ഇല്ലാതായി പോയി. നേതാക്കൾ എന്ന് പറയുന്നവർ മുതലാളിക്ക് കൂട്ടുപിടിക്കുന്നവരും ചൂട്ടുപിടിക്കുന്നവരുമായി മാറിപ്പോയി. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോയത് എന്ന് പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അണഞ്ഞു പോയതിൽ ഖേദമുണ്ട്. പക്ഷെ ഇനി നിങ്ങൾ SFIക്കാരനെയും DYFIക്കാരനും കയറി ചൊറിയാൻ നിൽക്കരുത്. കാരണം നടേശ കൊല്ലണ്ട എന്ന് നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിന്നെ കൊല്ലാൻ തയ്യാറാകുന്ന വലിയൊരു വിഭാഗമാണ്, നിനക്ക് 8ന്റെ പണി തരുന്ന വലിയ വിഭാഗമാണ് SFIയും DYFIയും എന്നുള്ളത് മറന്നു പോകരുത്.